കാണാതായ സ്വർണമാല തിരക്കി വീടരിച്ചു പിറക്കുമ്പോൾ വീട്ടുകാർ അറിഞ്ഞില്ല കള്ളൻ കൂടെയുണ്ടെന്ന്. രാവിലെ ഉറക്കമുണർന്നപ്പോൾ കള്ളനെ തേടി വീടരിച്ചു പിറക്കുന്നതിനിടെ മാലയുടെ ചെറുകഷ്ണം കട്ടിലിനടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. അന്വേഷണത്തിൽ വീട്ടുകാർക്കൊപ്പം കൂടിയ 1 വയസ്സുകാരൻ ജോണി എന്ന പോമറേനിയൻ നായ്ക്ക് ഇതിനിടെയൊരു പന്തികേട്. ജോണിയുടെ വീർപ്പുമുട്ടൽ നീണ്ടില്ല. ഛർദ്ദിച്ചപ്പോൾ മാലയുടെ ഒരു കഷ്ണം. ഇതോടെ മാല വിഴുങ്ങിയും കൊണ്ട് വീട്ടുകാർ ജില്ലാ മൃഗാശുപത്രിയിലെത്തി. എക്സ്റേ പരിശോധനയിൽ മാല കഷ്ണങ്ങളായി ഈ വിരുദ്ധന്റെ വയറ്റിലുണ്ടെന്നും കണ്ടെത്തി. തുടർന്ന് 3 സർജൻമാരുടെ നേതൃത്വത്തിൽ 45 മിനിറ്റ് നീണ്ട ശസ്ത്രക്രിയ. 9 കഷ്ണങ്ങളായി കിടന്ന മാലയും പുറത്തെടുത്തു. 9ഓളം പീസുകളായിട്ട് മാല ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് ഗ്യാസ്ട്രിക് സർജറി ചെയ്ത് മാല എടുക്കുകയായിരുന്നു. അത് എടുത്ത് അവരെ കൃത്യമായിട്ട് ബോധിപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണ് ജോണി ഇപ്പോൾ. വയസ്സ് 1 ഉള്ളെങ്കിലും ഇതിനിടയിൽ ഇവൻ പലതവണ ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മൊബൈല് കടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിപ്പം ഒരാഴ്ചക്ക് മുമ്പ് ഒരു 500 നോട്ട് വലിച്ചു കീറി. 42 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ജോണിക്ക് ആശുപത്രി വിടാം. ഇവനെ പരിചരിച്ച് വീട്ടുകാർ അടുത്തുണ്ടെങ്കിലും ഇനി എന്ത് വിഴുങ്ങുമെന്ന ആദിയും ഇവർക്കുണ്ട്. ഇന്ത്യ വിഷൻ, കൊല്ലം.